എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രൂപേനെ കാണാനായിട്ട് രാഹുൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ രൂപ ചോദിച്ചു, എന്താട്ടാ ഈ രാത്രിയിൽ എന്താ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, അതെ സാരവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കോ എന്ന് പറയാണ്. അല്ല അവൾക്ക് ഇതെന്താ ഡെലിവറി ഡേറ്റ് ആയോന്ന് ചോദിക്കാം. ഡെലിവറി ഡേറ്റ് ഒന്നും ആയിട്ടില്ല, പക്ഷെങ്കിൽ അവൾക്ക് പ്രസവ വേദന തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് രൂപ പറഞ്ഞു, അല്ല എന്നിട്ട് എന്താ ഏട്ട ഹോസ്പിറ്റലിലേക്ക് പോകത്തെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ പോയില്ല എന്ന് പറയാണ്. അതെ ഞാൻ നിന്റെ അടിയിലേക്ക് വന്ന ഇതിനൊന്നും വേണ്ടിയല്ല, പിന്നെയോ അതെ ആ കുഞ്ഞൊരു കാരണവശാലും ജനിക്കാൻ പാടില്ലെന്ന് പറയാം. ഏട്ടൻ എന്തൊക്കെ വർത്താനം പറയണെന്ന് നിൽക്കും. അത് രൂപേ ആ കുഞ്ഞൊരിക്കലും ജനിക്കാൻ പാടില്ലെന്ന് പറയാം. ഇതേ ഏട്ടാ എല്ലാത്തിനും ഞാൻ കൂട്ടു തന്നിട്ടുണ്ട്, പക്ഷെ ഇതിന് മാത്രം എന്നോട് പറയരുത്, എനിക്ക് കൂട്ടിരിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഓഹോ അപ്പം നിന്റെ കൂടെ ഇത്രയും കാലം നിന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടു തന്നിട്ടുള്ള ആളാ ഈ രാഹുല്. എന്നിട്ട് ഇപ്പൊ നീ എന്നെ തള്ളിക്കളയാണെന്ന് ചോദിക്കും. ഏട്ടാ അതൊരു പിഞ്ചു കുഞ്ഞാ, അതിന്റെ ജീവൻ കളയുന്ന കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയരുതെന്ന് പറയാൻ. അല്ല നിനക്ക് പരിചയത്തിലുള്ള ഡോക്ടർ അവിടെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ, അപ്പൊ അവരോട് വിളിച്ച് പറയുകയാണെങ്കിൽ അവര് ഇരു ചെവി അറിയതില്ലാതെ കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് പറയാം. ഇല്ലേട്ടാ ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല എന്ന് പറയണം. ഇത് കേട്ടൻ രാഹുലിന് ദേഷ്യമായി. എന്നാ വേണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ട് പോവാണ്. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോ രൂപ കിരണും കല്യാണിയും നടക്കാൻ വരുന്ന വഴിയിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവരെല്ലാം നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും രൂപനെ കണ്ടപ്പോ ഞാഹാ ഇതെന്താ അമ്മ രാവിലെ തന്നെ ഇവിടെ നിൽക്കുന്നേ, എന്താ ഞങ്ങളെ പോലെ കാണാൻ വല്ലതും വന്നാണോ നിൽക്കും. ഇതേട്ടൻ രൂപ പറഞ്ഞു, അതേന്ന് പറയണം. എല്ലാ കാര്യം എന്താന്ന് പറഞ്ഞില്ല. ഇന്നലെ സരയുനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കുമായിരുന്നല്ലോ. അത് ഞങ്ങൾ കണ്ടായിരുന്നമ്മേ, അവൾക്ക് പ്രസവവേദന തന്നെയായിരുന്നു, നന്നായിട്ട് വയറുവേദന എടുത്ത് കിടന്ന് കരയുന്നുണ്ടായിരുന്നു പറയാണ്. എന്നെ രാഹുലേട്ടൻ കാണാൻ വന്നായിരുന്നു പറയാ. അല്ല അമ്മേനെ എന്തിനാ അങ്ങേര് കാണാൻ വരുന്ന ആ സമയത്ത് വന്ന എന്തിനാന്ന് ചോദിക്കുവാണ്. അതെ മറ്റതിനു വേണ്ടിയല്ല, ആ കുഞ്ഞിനെ കൊല്ലുന്ന കാര്യത്തെ കുറിച്ച് പറയാനാ എന്ന് പറയാണ്. ഇത് കേട്ട കല്യാണി ഒരു ഞെട്ടലുണ്ടായി. ആ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാനാ? അതെ അതിനെ കൊല്ലാനായിട്ട്, അതുകൊണ്ട് എന്റെ ഹെൽപ്പ് വേണം പോലും, ഞാൻ ഡോക്ടറോട് വിളിച്ചു പറയണമെന്ന്, ആ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന്. അമ്മ എന്ത് പറഞ്ഞു? അതുപോലത്തെ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കട്ടെ ഞാൻ കൂട്ടു നിൽക്കുവോ? ഒരിക്കലും അന്ന് ശരിയല്ലാന്ന് എനിക്കറിയാം. ഈ പറയുന്ന അങ്ങേർക്കും അറിയാവുന്ന കാര്യ. പക്ഷേങ്കില് അങ്ങേരുടെ മനസ്സിലെ വിചാരം ആ കുഞ്ഞൊരിക്കലും പുറത്തു വരില്ലേ. ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞു മരിച്ചു പോണം. മനോഹറിന്റെ കുഞ്ഞായതുകൊണ്ട് മാത്രമാണെന്ന് പറയണം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, ആ കുഞ്ഞ് ജനിക്കണം, നല്ല ആരോഗ്യവാനായിട്ട് വളരുകയും ചെയ്യണം. കാരണം മനോഹറിന്റെ കുഞ്ഞായതുകൊണ്ട് മാത്രം. സരി അവസാന സത്യങ്ങളൊക്കെ അറിയുന്ന നിമിഷം അവള് തകർന്ന് തരിപ്പണമായി പോകുന്ന നിമിഷം അവൾക്ക് കൂട്ടായിട്ട് ആ കുഞ്ഞു വേണം. കാരണം എങ്കിൽ മാത്രം അവൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ അവളിങ്ങനെ ഓരോ ദിവസം ഓർത്തെടുക്കുള്ളൂ. നമ്മളോടൊക്കെ അത്രമാത്രം ദ്രോഹമല്ലേ അവള് ചെയ്തേന്ന് പറയാണ്. രൂപ പറഞ്ഞു, അത് ശരിയാ മോനെ, പക്ഷേങ്കില് അയാളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാന്ന് പറയണം. ഇത് കേട്ടതിന് കിരൺ പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെയൊന്നും എളുപ്പത്തിലൊന്നും കുഞ്ഞിനെ കൊല്ലാനൊന്നും പറ്റത്തില്ല എന്ന് പറയാം. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എന്തോ ഞാൻ പോത്താനാ ആ രാഹുല്, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ അവന്. മിക്കവാറും അവൻ ഇതല്ല ഇതിനപ്പുറത്തേക്കും പണിയും ചെയ്യുമെന്ന് പറയണം. കല്യാണി പറഞ്ഞു, അമ്മ പേടിക്കണ്ട, അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ആ മനോഹറിന്റെ കുഞ്ഞായതുകൊണ്ടായിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് മുതിരുന്നേ. മിക്കവാറും ആ കുഞ്ഞിനെ കൂടി ഇല്ലാതാക്കിയിട്ട് സരവിനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാനായിരിക്കും എന്ന് പറയണം. ആ സമയം ഹോസ്പിറ്റലിന് ഐസുവിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആകെപ്പാട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് ശാരിയും മനോഹറും കൂടെ. ആ സമയം ഡോക്ടർ അങ്ങോട്ട് വന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞും കൂടെ എന്തേലും പറയാൻ പറ്റുള്ളൂ, ഡെലിവറി നടക്കോ ഇല്ലയോ എന്നൊക്കെ, അതിനുശേഷം പറയാന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോയി. ആ സമയത്ത് ശാരിക്കും വല്ലാത്തൊരു ആദ്യമാണ്. ഒരു 3 മണിക്കൂറുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരവിന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. ആ സമയത്ത് മനോഹർ പറഞ്ഞു, അമ്മ വിഷമിക്കില്ലേ, അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ, അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാ എന്ന് പറയണം. പിന്നമ്മേ ഒരു കാര്യം പറയാൻ മറന്നു. എന്താ മോനെ? അല്ല ഇവിടെയാന്ന് തോന്നേ ആ താരാന്റി കിടക്കണെന്ന് പറയാ. താരയോ? അതെ അല്ല സരീവിന്റെ അമ്മയാന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ, ആ സ്ത്രീ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോന്ന് തോന്നേ. അന്ന് അമ്മ അടിച്ച് അവശതയാക്കി ഇട്ടില്ലെന്ന് ചോദിക്കും. ഓ അപ്പൊ മോനെ നീ എന്തിനാ പിന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നെന്ന് ചോദിക്കാം. എന്റെ അമ്മ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ ഇതല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന സരേനെയും കൊണ്ട്. അമ്മ പേടിക്കൊന്നും വേണ്ട, എന്തായാലും അവളെ നമ്മൾ കാണാൻ പോകുന്നില്ലെന്ന് പറയാണ്. എന്നാലും ഒരു കാരണവശാലും അമ്മ അവളുടെ മുന്നിൽ ചെന്ന് ചാടി കൊടുക്കാതിരുന്നാ മതി. ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു, എന്നാലും എനിക്ക് നല്ലാത്തൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയണം. അമ്മ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല. അല്ല അച്ഛനെതിരായിട്ട് വന്നില്ല അമ്മയെന്ന് പറയണം. അങ്ങേരെ കുറിച്ച് പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. അങ്ങേരെ പോലെ ദുഷ്ടനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മോൾക്ക് ഇങ്ങനെ ആപത്ത് സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് പോലും അങ്ങേരെ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയോന്ന് ചോദിക്കും. അതിനർത്ഥം എന്താ? അങ്ങേർക്ക് ഈ കുഞ്ഞിനോടോ അല്ലെങ്കിൽ അവളോടോ ഒരു തരി പോലും സ്നേഹമില്ല. ഇത് കേട്ട മനോഹർ പറഞ്ഞു, അച്ഛൻ എന്താന്ന് അറിയത്തില്ല, എന്നെ ഇഷ്ടമില്ലാത്ത
കാരണം എന്റെ കുഞ്ഞായതുകൊണ്ടായിരിക്കും അച്ഛൻ തിരിഞ്ഞു പോലും നോക്കാത്തെ. പാവം സരയുമോള് എന്തൊരു വേദന ഉണ്ടെന്ന് അറിയായിരിക്കും അവൾക്ക്. ശാരി പറഞ്ഞു, ഇതുവരെയായിട്ടും അച്ഛൻ വന്നിട്ടില്ല എന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് വല്ലാത്ത വിഷമാവും. അല്ലെങ്കിൽ തന്നെ അവള് ഗർഭിണിയായ ശേഷം അവളെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്റെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആ ദുഷ്ടൻ, അങ്ങേരുടെ കൈ ദുഷ്ടത്തരങ്ങൾ മാത്രമേ ഉള്ളൂ മോനെ. അങ്ങേര് എന്തും ചെയ്യാൻ പഠിക്കാത്തവനാന്ന് പറയണം. ഇത് കേട്ടത് മനോഹർ പറഞ്ഞു, അല്ലമ്മേ, ചിലപ്പോ ഇനിയിപ്പം അച്ഛൻ ഇങ്ങോട്ട് വരാത്ത ആ താരയെന്ന് പറയുന്ന സ്ത്രീയെ പേടിച്ചിട്ടാണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, അവരെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛനെ മിക്കവാറും എടുത്തിട്ട് കുടയും. അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന രാഹുൽ രണ്ടും കൽപ്പിച്ചിറങ്ങിത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയണം. ഈ കുഞ്ഞൊരു കാരണവശാലും ജനിക്കാൻ പാടില്ല, അങ്ങനെ ഒരു ചിന്തയായിരുന്നു ആ മനസ്സിനറിയാം. പിന്നീട് രാഹുൽ നേരെ ഡോക്ടറെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഡോക്ടറെ ക്യാബിനിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ആരാ എന്താ വേണ്ടതൊക്കെ ചോദിക്കുകയാണ്. ഞാനിവിടെ അഡ്മിറ്റ് ചെയ്ത സരുവിന്റെ അച്ഛനാന്ന് പറയണം. ആണോ? അതെ, 2-3 മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. എന്തായാലും പ്രസവിക്കൂന്ന് പറയാണ്. ഇത് കേട്ടും രാഹുൽ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ, എന്ത് പറ്റി? അതിന്റെ ടെൻഷനിലാന്ന് നീ ചോദിക്കുക. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ, ഒരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാ. പെട്ടെന്ന് രാഹുൽ പറഞ്ഞു, അതുകൊണ്ടല്ല ഡോക്ടറെ, ആ കുഞ്ഞ് ജനിച്ചോട്ടെ, ജനിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അത് ജീവനില്ലാത്ത കുഞ്ഞായിരിക്കണം എന്ന് പറയാം. ഇത് കേട്ടോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്ത് നോൺസെൻസ് ആയി പറയണേന്ന് ചോദിക്കുക. അത് ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയാം. ഇമാതിരി സഹായം എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെ എത്തിക്സിനനുസരിച്ച പണിയല്ല. ഡോക്ടർക്ക് ഡോക്ടറുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ. ഇങ്ങനെയൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം. അതെ, അങ്ങനെ പറയേ ഡോക്ടർ എനിക്ക് ഇപ്പോഴത്തെ ഇതിൽ ഒരു ആശ്വാസമായിട്ടുള്ള, അവരുടെ ജീവിതം അറിയത്തില്ലാത്തതുകൊണ്ടാ. അവരുടെ ജീവിതം എന്താണെന്ന് ഡോക്ടർക്ക് അറിയണോ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. സരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം കേട്ടിപ്പോ ഡോക്ടർ പറഞ്ഞു, അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഡോക്ടറൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ കാര്യം ചെയ്യാം, ആ കുഞ്ഞു ജനിച്ചോട്ടെ, പക്ഷെങ്കില് ജനിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ആ കുഞ്ഞിനെ അങ്ങ് തീർത്തേക്കണം എന്ന് പറയാം. ഇത് കേട്ടോ ഡോക്ടർ, അങ്ങനെയൊന്നും പറ്റത്തില്ല, അതെങ്ങനെയാ ചെയ്യുന്നേ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അമ്മയ്ക്ക് എത്രമാത്രം വിഷമമാണെന്ന് ചോദിക്കാം. അമ്മ ആ വിഷമത്തെക്കുറിച്ച് അല്ല ഡോക്ടർ, ആ വിഷമത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എത്രയും പെട്ടെന്ന് ഞാൻ കുഞ്ഞിനെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേരെ. പിന്നെ ഡോക്ടർക്ക് എത്ര രൂപ വേണം തരാം, ഒരു 10-15 ലക്ഷം രൂപ വേണമെന്ന് തരാം. എന്താ ഡോക്ടറെ, ഒരു 10 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ടെന്ന് ചോദിക്കണം. ഇത് കേട്ടോ ഡോക്ടർ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അറിയാലോ, പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകുന്ന കാര്യം, അത് മാത്രമല്ല ഇങ്ങനെയും ചെയ്യാൻ പാടില്ലാത്ത. പക്ഷേ എങ്കിൽ ഈ കുഞ്ഞിന്റെ അച്ഛന്റെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കെന്തോ ഒരു ടെൻഷൻ, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാം. ഡോക്ടർക്ക് അറിയാലോ, ചിലപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മാനസിക നില വരെ തകരാറിലാവും. അവള് അത്രയേറെ സ്നേഹിച്ച ഭർത്താവ് അവളോട് ഈ വഞ്ചന ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഭേദമല്ലേ ഡോക്ടറെ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതെന്ന് ചോദിക്കുക. ശരി ശരി, ഞങ്ങൾ പൊക്കോ, ഞാൻ എന്ത് വേണമെന്ന് ആലോചിക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് രാഹുൽ നേരെ ഹോസ്പിറ്റലിലേക്ക് വരും. ഈ സമയത്ത് മനോഹറിന്റെ അടുത്ത് ശാരി പറഞ്ഞു, അതെ, ഇതുവരെയായിട്ട് അങ്ങേരൊന്നും വന്നിട്ട് പോലില്ല. മോൻ ഈ ഒരേ നിപ്പ് നിൽക്കാന്നുണ്ട്, ദിവസം എത്രയാന്ന് ഓർത്തണ്ട. ഇന്നലെ രാത്രി മോൻ നിൽക്കുന്നതല്ലേ, അപ്പൊ ഇനി കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മോൻ്റെ കാര്യം ചെയ്യാം, പോയി ഡ്രസ്സൊക്കെ മാറ്റി ഈ ചിലൊന്ന് റെസ്റ്റ് എടുത്തും കൂടി വന്നാൽ മതി, ഇവിടെ ഞാനുണ്ടല്ലോ എന്ന് പറയണ. അമ്മ തന്നെ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അയാളെ കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേരാ രാഹുലിനെ, അയാളെ വന്ന് ഇവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ എന്ന് പറയാണ്. മോൻ മാത്രം ഇങ്ങനെ കഷ്ടപ്പെട്ട് കാര്യമില്ലെന്നൊക്കെ പറയണം. എന്നിട്ട് മനോഹർ ഭയങ്കര ഭവ്യതയോട് കൂടി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലമ്മേ, പ്രശ്നമുള്ള കാര്യമല്ല, ഞാൻ ഇവിടെ നിന്നോളാം. വേണ്ട വേണ്ട, മോൻ പൊയ്ക്കോളാൻ പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് രാഹുൽ വരുന്നത്. രാഹുലിനെ കണ്ടതും ശാരിക്കും ദേഷ്യം, ഓഹോ, ചത്ത ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നായിരിക്കില്ലേ? എന്നാലും നിങ്ങളുടെ സ്ഥാനത്ത് ആരാണെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് വരായിരിക്കില്ല, മോൾക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും നോക്കൂന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ ഇച്ചിരി മെന്റൽ പ്രോബ്ലം ഒക്കെ ഉള്ളതല്ലേ അമ്മേന്ന് ചോദിക്കാം. മെന്റൽ പ്രോബ്ലം ഇങ്ങേർക്ക് ഞാൻ പറയണില്ല, എന്നത്തിന് കുഴപ്പമെന്നുള്ള കാര്യം. എന്റെ കൺമുന്നിൽ പോലും നിങ്ങൾ ഇനി കാണില്ല, കടന്നു പോടോന്ന് പറയണേ. രാഹുൽ പറഞ്ഞു, എന്താ ശരി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല, നിങ്ങൾ വലിയ ആള് കളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആ ഡോക്ടറോടൊന്ന് കണ്ട് സംസാരിക്കും അങ്ങനെ ചെയ്തെന്ന് ചോദിക്കും. അതെ, ഞാൻ ഡോക്ടറോട് കണ്ട് സംസാരിച്ചിട്ടാ വന്നിരിക്കുന്നത്. 2-3 മണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും തീരുമാനം ആവുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നീ പേടിക്കായിരിക്കും ശരി എന്ന് പറയണം. പെട്ടെന്ന് മനോഹർ പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യാം, അച്ഛനോട് ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറയണം. ഇത് കേട്ട മനോഹരനോട് രാഹുൽ പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്ന് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറയും. ഇതാണ് ശാരി വെച്ച്, ഈ സമയത്ത് എന്ത് കാര്യം സംസാരിക്കാനുള്ളത്, നീക്ക് അവനോട്, അവൻ വീട്ടിൽ പോയിട്ട് വട്ടെ എന്ന് പറയണം. പിന്നീട് രാഹുല് മനോഹരനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞിട്ട് മനോഹർ പറഞ്ഞു, അതെ, നിന്നെ വിളിപ്പിച്ച എന്തിനാ നിനക്ക് മനസ്സിലാക്കി കാണുമല്ലോ, ഏകദേശം 1 രൂപ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. അതാ ഞാൻ പറഞ്ഞ, ഒരു കാരണവശാലും ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ലെന്ന് പറയണേ. കുഞ്ഞ് ജനിക്കാൻ പാടില്ലേ, അതിനിപ്പോ എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണം നിനക്കറിയാലോ. എന്നേക്കാൾ കൂടുതലായിട്ട് നിനക്കാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിവും പരിജ്ഞാനവും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. ഡോക്ടറെ കണ്ട് നീ കാര്യം പറയണമെന്ന് പറയണം. എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് പറയണം. അതെ, നീ പോകുന്ന വഴിക്കെല്ലാം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ടാ പോകുന്നത് എനിക്കറിയാം. പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നീ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കത്തില്ല എന്ന് ചോദിക്കാം. അത് ശരിയാ. കാരണം പെട്ടെന്ന് മനോഹറിന്റെ മനസ്സിലേക്ക് ആ ചിന്ത വരുവാണ്. പ്രസവിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് മുങ്ങും. പിന്നെ ആ കുഞ്ഞിന്റെ മുഖം പോലും താൻ കാണാറില്ല. പിന്നെ രാഹുൽ പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ അത് വേണ്ട. അറിയാലോ, എന്റെ മോൾക്കൊരു ബാധയായിട്ട് ആ കുഞ്ഞു വരല്ലേ. ആ കുഞ്ഞ് മരിക്കണം, പുറത്തു വന്നാലും മരിക്കണം എന്ന് പറയാം. ഒരിക്കലും അത് ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് പറയാം. ഇത് കേട്ട മനോഹർ പറഞ്ഞു, അതൊന്നും നടപ്പുള്ള കാര്യമല്ല അമ്മായിച്ച. അറിയാലോ, ഇത്രയും കുഞ്ഞുങ്ങളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒരു കുഞ്ഞിനെ പോലും ഞാൻ ദ്രോഹിച്ചിട്ടില്ല. ഒരു കുഞ്ഞിനെ പോലും ഞാൻ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയണം. ഓഹോ, അങ്ങനെയാണല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ട് പോവാണ്. ഈ സമയം മനോഹറിന് മനസ്സിലായി തന്റെ അമ്മായിച്ചൻ വെറുതെ ഇരിക്കില്ല, എന്തേലും ചെയ്യുമെന്നുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണേ. ഇതിന് ശേഷം ഇനിയിപ്പോ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും കഥയൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ആദർശിന്റെ നയനയുടെയും ഗോവിന്ദന്റെ നന്ദയുടെയും ഒക്കെ കഥകൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്.